അല്പം ഭൗതിക ശാസ്ത്രമായാലോ? നമസ്കാരം, VR ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഭൗതിക ശാസ്ത്രം, ഊർജ്ജതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്. കാരണം ഭൗതിക ജീവിതത്തിൽ പ്രവർത്തനങ്ങളെ, ശാസ്ത്രീയതയെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന വിഷയം. ആത്മീയ ജീവിതത്തിൽ ഈശ്വരനാകുന്ന ഊർജ്ജത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വിഷയം. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ആത്യന്തികമായി കിട്ടുന്ന ഉത്തരം മനുഷ്യനാണെങ്കിൽ ശരീരവും മനസ്സും ചേരുന്ന ഈ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന വിഷയമാണ് ഫിസിക്സ്. ശരീരം എന്ന ഭൗതികതയെ, മനസ്സെന്ന ആത്മീയതയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഊർജ്ജതന്ത്രം. ഈശ്വരൻ ആരെന്ന്, ഈശ്വരൻ എന്തെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ആത്യന്തികമായ ഒരേ ഒരു മറുപടിയാണ് ഊർജ്ജം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണമായ ഒരേ ഒരു കാരണം ഊർജ്ജം. ഊർജ്ജത്താൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഊർജ്ജ സംരക്ഷണ നിയമം, എനർജി കൺസർവേഷൻ ലോ നമ്മളോട് പറയുന്നത് ഇതാണ്: ഊർജ്ജം ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല, ഊർജ്ജം ആരാലും നശിപ്പിക്കപ്പെടാനും സാധിക്കത്തില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുത്താൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഊർജ്ജം ഈ പ്രപഞ്ചത്തിൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഊർജ്ജത്തിൻ്റെ പ്രതിനിധികളാണ് ഇലക്ട്രോണും പ്രോട്ടോണും. സൂക്ഷ്മമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആറ്റത്തിൻ്റെ ഘടനയും, വിശാലമായി ഈ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥത്തിൻ്റെ ഘടനയും ഒന്ന് തന്നെയാണ്. If you wish to know the actual concept of physics, to be a professional in physics subject, please contact me.